Hello students, welcome back to +1 Economics ഓൺലൈൻ ക്ലാസ് റൂം. ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് സ്റ്റാറ്റിസ്റ്റിക്സ് ഫോർ ഇക്കണോമിക്സിലെ 3rd ചാപ്റ്ററാണ്. ചാപ്റ്ററിൻ്റെ പേര് ഓർഗനൈസേഷൻ ഓഫ് ഡാറ്റ, ദത്തങ്ങളുടെ വർഗീകരണം. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. അതുപോലെ പെട്ടെന്ന് ആർക്ക് വേണമെങ്കിലും മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു ചാപ്റ്റർ കൂടെയാണ് ഇത്. വളരെ സിമ്പിളായിട്ടുള്ള അതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കോൺസെപ്റ്റുകളാണ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് ത്രൂ ഔട്ടായിട്ട് പഠിക്കാനുള്ളത്. ഓക്കെ, എക്സാമിന് കൂടുതൽ മാർക്കിന് ചോദ്യങ്ങൾ വരുന്ന ഒരു ചാപ്റ്റർ കൂടെയാണ് ഇത്. ചാപ്റ്ററിൻ്റെ പേരെന്താണ്? ഓർഗനൈസേഷൻ ഓഫ് ഡാറ്റ, ദത്തങ്ങളുടെ വർഗീകരണം. ഫസ്റ്റ് ഓഫ് ഓൾ, ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത് എന്താണ് റോ ഡാറ്റ, അല്ലെങ്കിൽ എന്താണ് അസംസ്കൃത ഡാറ്റ, അൺക്ലാസിഫൈഡ് ഡാറ്റ എന്നും പറയും അല്ലേ. നമുക്കറിയാം 4 പ്രോസസ്സുകൾ, 4 കാര്യങ്ങൾ കൂടിയതാണ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ. എന്തൊക്കെയായിരുന്നു? കളക്ഷൻ, ക്ലാസിഫിക്കേഷൻ, ഇൻ്റർപ്രട്ടേഷൻ ആൻഡ് പ്രസൻറ്റേഷൻ ഓഫ് ന്യൂമറിക്കൽ ഡാറ്റ. സാഖ്യിക ദത്തങ്ങളുടെ ശേഖരണം, വർഗീകരണം, അപഗ്രഥനം, അവതരണം അല്ലേ. ഇവിടെ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാലും ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാലും രണ്ടും ഒന്ന് തന്നെയാണ്, മാറിപ്പോവരുത്. അല്ലെങ്കിൽ വർഗീകരണം എന്ന് പറഞ്ഞാലും തരംതിരിക്കൽ എന്ന് പറഞ്ഞാലും രണ്ടും ഒരേ കാര്യമാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അത് മറന്നു പോകരുത്. ഫസ്റ്റ് ഓഫ് ഓൾ, നമുക്ക് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനുള്ളത് എന്താണ് റോ ഡാറ്റ, അല്ലെങ്കിൽ എന്താണ് അസംസ്കൃത ഡാറ്റ. മറ്റൊരു പേരെന്താണ്? അൺക്ലാസിഫൈഡ് ഡാറ്റ. റോ ഡാറ്റ ആർ ഡിഫിക്കൾട്ട് ടു ഹാൻഡിൽ. നമുക്കറിയാം, നമ്മൾ കളക്ട് ചെയ്യുന്ന ഓരോ ഇൻവെസ്റ്റിഗേറ്ററും കളക്ട് ചെയ്യുന്ന ഡാറ്റ അത് പ്രൈമറി ആയിരിക്കും, അല്ലെങ്കിൽ പ്രാഥമിക ദത്തം അസംസ്കൃത രൂപത്തിലായിരിക്കും. നമുക്കറിയാം, പ്രൈമറി ഡാറ്റ ഈസ് ഇൻ ദി ഫോം ഓഫ് റോ മെറ്റീരിയൽ. അസംസ്കൃത രൂപത്തിലായിരിക്കും നാം കളക്ട് ചെയ്യുന്ന ഡാറ്റ. ഇത്തരത്തിൽ ഉള്ള ഡാറ്റയെ ഹാൻഡിൽ ചെയ്യാൻ വളരെ ഡിഫിക്കൾട്ടാണ്. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ള പോയിന്റ്. റോ ഡാറ്റ ആർ ഡിഫിക്കൾട്ട് ടു ഹാൻഡിൽ. റോ ഡാറ്റ എന്ന് വെച്ചാൽ എന്താണ്? കൃത്യമായിട്ട് വർഗീകരണം നടത്താതെയുള്ള ഡാറ്റയാണ് അസംസ്കൃത ഡാറ്റ. അതാണ് അൺക്ലാസിഫൈഡ് ഡാറ്റ. കൃത്യമായ വർഗീകരണം നടത്താതെയുള്ള ഡാറ്റയാണ് അസംസ്കൃത ഡാറ്റ. ഇതിനെ കൈകാര്യം ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. Therefore, proper organization and presentation of data is needed. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഡാറ്റയെ ഹാൻഡിൽ ചെയ്യാൻ അല്ലെങ്കിൽ കൈകാര്യം ചെയ്യാൻ അതിനെ പ്രോപ്പറായിട്ട്, അതിനെ കൃത്യമായ രീതിയിൽ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ വർഗീകരണം ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, ഹെൻസ് ആഫ്റ്റർ കളക്ടിങ് ഡാറ്റ the next step is to organize and present them in a classified form. അതുകൊണ്ട് തന്നെ ഡാറ്റ കളക്ട് ചെയ്ത ശേഷം, അല്ലേ, ഡാറ്റ ശേഖരിച്ച ശേഷം ചെയ്യേണ്ട തൊട്ടടുത്ത സ്റ്റേജ് എന്താണ്? അതിനെ കൃത്യമായ രീതിയിൽ, പ്രോപ്പറായ രീതിയിൽ ഓർഗനൈസേഷൻ നടത്തുക, അല്ലെങ്കിൽ വർഗീകരണം നടത്തുക എന്നതാണ്. ഓക്കെ, പഠിച്ചു. എന്താണ് റോ ഡാറ്റ എന്ന് പഠിച്ചു. എന്താണ് റോ ഡാറ്റ? ഇറ്റ് ഈസ് അൺക്ലാസിഫൈഡ് ഡാറ്റ. കൃത്യമായി വർഗീകരണം നടത്താതെയുള്ള ഡാറ്റയാണ് റോ ഡാറ്റ, അല്ലെങ്കിൽ അസംസ്കൃത ഡാറ്റ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് എന്താണ് ഓർഗനൈസേഷൻ, അല്ലെങ്കിൽ എന്താണ് ക്ലാസിഫിക്കേഷൻ, എന്താണ് വർഗീകരണം, അല്ലെങ്കിൽ എന്താണ് തരംതിരിക്കൽ എന്ന് നമുക്ക് പഠിക്കണം. ഓർഗനൈസേഷൻ ഈസ് ദി പ്രോസസ് ഓഫ് അറേഞ്ചിങ് ഓർ ഓർഗനൈസിങ് സിമിലർ തിങ്സ് ഇൻ ടു ഗ്രൂപ്പ്സ് ഓർ ക്ലാസസ് ബേസ്ഡ് ഓൺ സം ക്രൈറ്റീരിയ. അതായത് ശേഖരിച്ച ഡാറ്റയിൽ നിന്നും ഒരുപോലെയുള്ളവയെ അല്ലെങ്കിൽ സാമ്യമുള്ളവയെ ഒരു ഗ്രൂപ്പായി അല്ലെങ്കിൽ ക്ലാസ്സായി മാറ്റുന്ന ഒരു പ്രവർത്തനം അല്ലെങ്കിൽ പ്രക്രിയയാണ് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ വർഗീകരണം എന്ന് വെച്ചാൽ. എന്താണ്? ഇറ്റ് ഈസ് ദി പ്രോസസ് ഓഫ് അറേഞ്ചിങ് ഓർ ഓർഗനൈസിങ് സിമിലർ തിങ്സ് ഇൻ ടു ഗ്രൂപ്പ്സ് ഓർ ക്ലാസസ് ബേസ്ഡ് ഓൺ സം ക്രൈറ്റീരിയ. ശേഖരിച്ച ഡാറ്റയിൽ നിന്നും ഒരുപോലെയുള്ളവയെ, ആ വാക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, സിമിലർ തിങ്സ്, ഒരുപോലെയുള്ളവയെ ഒരു ഗ്രൂപ്പാക്കി മാറ്റുന്ന ഒരു പ്രവർത്തനമാണ് ഓർഗനൈസേഷൻ.
ഇങ്ങനെ ഒരുപോലെയുള്ള ഡാറ്റയെ ഒരു ഗ്രൂപ്പാക്കി മാറ്റുന്നത് ചില ഘടകങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും. അതുകൊണ്ടാണ് ഇവിടെ ഒരു ടേം കൊടുത്തു, ബേസ്ഡ് ഓൺ സം ക്രൈറ്റീരിയ, അല്ലേ? ചില ഘടകങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരുപോലെയുള്ള ഡാറ്റയെ ഒരു ഗ്രൂപ്പാക്കി മാറ്റുന്ന പ്രോസസ്സ് അല്ലെങ്കിൽ പ്രവർത്തനമാണ് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ വർഗീകരണം എന്ന് പറയുന്നത്. ഓക്കെ, അതിനുള്ള എക്സാമ്പിൾസ് നമുക്ക് എങ്ങനെ പറയാം? ഫോർ എക്സാമ്പിൾ, നമ്മുടെ ക്ലാസ്സിലെ കുട്ടികളെ ഞാൻ ആൺകുട്ടികളുടെ അതുപോലെ പെൺകുട്ടികളുടെ ജെൻഡറിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്യുന്നു. ഇവിടെ കുട്ടികളെ ഞാൻ രണ്ടായിട്ടാണ് ഓർഗനൈസേഷൻ നടത്തിയത്. ഒരു ക്ലാസ്സിലെ കുട്ടികളെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ജെൻഡറിൻ്റെ അടിസ്ഥാനത്തിലാണ്, അല്ലേ? മെയിൽ ആൻഡ് ഫീമെയിൽ, ഈ രണ്ടടിസ്ഥാനത്തിൽ ഞാൻ ഓർഗനൈസ് ചെയ്തു. അപ്പോൾ ഞാനിവിടെ എടുത്ത ക്രൈറ്റീരിയ എന്താണ്? ജെൻഡറാണ്, അല്ലേ? ജെൻഡറിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനിവിടെ രണ്ടായിട്ട് ഓർഗനൈസേഷൻ നടത്തിയത്. ക്ലിയർ ആണല്ലോ? അതുപോലെ എന്തു ആവാം ക്രൈറ്റീരിയ. ഈ ക്രൈറ്റീരിയ ഏത് ചൂസ് ചെയ്യണം എന്നുള്ളത് ഒരു ഇൻവെസ്റ്റിഗേറ്ററുടെ ഇഷ്ടമായിരിക്കും. അദ്ദേഹമാണ് ഡാറ്റ കളക്ട് ചെയ്യുന്നത്. ആ ഡാറ്റ കളക്ട് ചെയ്ത ശേഷം അദ്ദേഹം അതിനെ പ്രോപ്പറായിട്ട് ഓർഗനൈസേഷൻ നടത്തുന്നു. അതുകൊണ്ട് തന്നെ അതിന് വേണ്ട ക്രൈറ്റീരിയ ഏത് സെലക്ട് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് ഇൻവെസ്റ്റിഗേറ്റർ അല്ലെങ്കിൽ അന്വേഷകനായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് വാട്ട് ആർ ദി അഡ്വാൻറ്റേജസ് ഓഫ് ഓർഗനൈസേഷൻ. വർഗീകരണത്തിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്? അത് മറ്റൊരു ഹെഡിങ്ങിൽ കൂടെ ചോദിക്കാറുണ്ട്. വാട്ട് ആർ ദി ഒബ്ജക്റ്റീവ്സ് ഓഫ് ഓർഗനൈസേഷൻ. വർഗീകരണത്തിൻ്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്നും ചോദിക്കാറുണ്ട്. രണ്ടിൻ്റെയും ഉത്തരം ഒന്ന് തന്നെയാണ്, ഓർത്തു വെക്കണം. അഡ്വാൻറ്റേജസ് ഓഫ് ഓർഗനൈസേഷൻ എന്ന് ചോദിച്ചാലും ഒബ്ജക്റ്റീവ്സ് ഓഫ് ഓർഗനൈസേഷൻ എന്ന് ചോദിച്ചാലും രണ്ടിൻ്റെയും ഉത്തരം ഇനി നമ്മൾ പറയുന്ന കാര്യങ്ങളാണ്. ഓക്കെ, എന്താണ് വർഗീകരണത്തിൻ്റെ ലക്ഷ്യങ്ങൾ എന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ വർഗീകരണത്തിൻ്റെ ഗുണങ്ങൾ എന്ന് എക്സാമിന് ചോദിച്ചാലും രണ്ടിൻ്റെയും ഉത്തരം ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഭാഗമാണ്. ഓക്കെ, ഇവിടെ ഞാൻ പോയിൻ്റായിട്ട് കൊടുത്തിട്ടുണ്ട് എന്തൊക്കെയാണ് അഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഓർഗനൈസേഷൻ. വർഗീകരണത്തിൻ്റെ ലക്ഷ്യങ്ങൾ അല്ലെങ്കിൽ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് പോയിന്റ്, ടു കണ്ടൻസ് ഡാറ്റ ഫോർ ഈസി അണ്ടർസ്റ്റാൻഡിങ്. ഡാറ്റയെ ചുരുക്കുന്നത് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നു, ഒന്നാമത്തെ അഡ്വാൻറ്റേജ്. രണ്ടാമത്തെ പോയിന്റ്, ടു ഹെൽപ്പ് കമ്പാരിസൺ. താരതമ്യ പഠനത്തിന് ഇത്തരത്തിൽ വർഗീകരണം സഹായിക്കുന്നു. തേർഡ് പോയിന്റ്, ടു എലിമിനേറ്റ് അൺനെസസറി ഡീറ്റെയിൽസ് ഓർ ഇൻഫർമേഷൻസ്. ഓക്കെ, അനാവശ്യമായ വിവരങ്ങളെ ഒഴിവാക്കാൻ സഹായിക്കുന്നു. എന്തായിരുന്നു? ടു എലിമിനേറ്റ് അൺനെസസറി ഡീറ്റെയിൽസ് ഓർ ഇൻഫർമേഷൻ. നാലാമത്തെ പോയിൻ്റാണ് ടു മേക്ക് ഡിസിഷൻ മേക്കിംഗ് പോസിബിൾ. പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കാൻ സഹായിക്കുന്നു. ഫിഫ്ത്ത് പോയിന്റ്, ടു അണ്ടർസ്റ്റാൻഡ് ദി ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓർ ഫീച്ചേഴ്സ് ഓഫ് ഡാറ്റ. ഡാറ്റയുടെ പ്രധാനപ്പെട്ട സവിശേഷത എന്താണെന്ന് മനസ്സിലാക്കാൻ ഇത്തരത്തിൽ ഓർഗനൈസേഷനിലൂടെ സാധിക്കുന്നു. ആറാമത്തെ അഡ്വാൻറ്റേജ് ആണ് ഇറ്റ് ഹെൽപ്സ് ഫോർ ഫർദർ സ്റ്റഡീസ്. കൂടുതൽ പഠനങ്ങൾക്ക് ഈ ഒരു പ്രക്രിയ സഹായിക്കുന്നു, അല്ലെങ്കിൽ വർഗീകരണം നടത്തുന്നത് കൂടുതൽ പഠനങ്ങൾക്ക് സഹായിക്കുന്നു. അതെങ്ങനെയാണ്? 4 കാര്യങ്ങൾ ചേർന്നതാണ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് നമുക്കറിയാം, അല്ലേ? അതിൽ കളക്ഷൻ നടത്തിയെങ്കിൽ മാത്രമേ അതിനെ ക്ലാസിഫിക്കേഷൻ നടത്താൻ പറ്റുള്ളൂ. ക്ലാസിഫിക്കേഷൻ നടത്തിയാൽ മാത്രമേ അതിനെ ഇൻ്റർപ്രിട്ടേഷൻ നടത്താൻ പറ്റുള്ളൂ. അതിനുശേഷം അവസാനം മാത്രമേ അത് പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളൂ, അല്ലേ? ഡാറ്റയെ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ വർഗീകരണം നടത്തിയാൽ മാത്രമേ അതിനെ അപഗ്രഥനം ചെയ്യാൻ പറ്റുള്ളൂ. അതിനുശേഷമേ അതിനെ അവതരിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ഡാറ്റയെ കളക്ട് ചെയ്ത ശേഷം അതിനെ ക്ലാസിഫൈ ചെയ്യണം. എങ്കിൽ മാത്രമേ അതിന് ശേഷമുള്ള സ്റ്റേജുകൾ അല്ലെങ്കിൽ സ്റ്റഡീസ് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ള ആറാമത്തെ ഒരു അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവായിട്ട് പറയുന്നത്. ഓക്കെ, ഇത്രയാണ് അതിൽ പഠിക്കാനുള്ളത്. ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഈ ചാപ്റ്ററിൽ നിന്ന് എക്സാമിന് 4 മാർക്കിന് എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഞാനിവിടെ ഇമ്പോർട്ടൻ്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ടോപ്പിക്കിൻ്റെ പേര് ഓർഗനൈസേഷൻ ഈസ് ബ്രോഡ്ലി ക്ലാസിഫൈഡ് ഇൻ ടു 4 അല്ലെങ്കിൽ ടൈപ്സ് ഓഫ് ഓർഗനൈസേഷൻ എന്ന ഹെഡിങ്ങിലും ചോദിക്കാറുണ്ട്. അതായത് 4 തരം
വർഗീകരണങ്ങളാണുള്ളത്. 4 തരം വർഗീകരണങ്ങളാണുള്ളത്. ഓർഗനൈസേഷൻ ഈസ് ബ്രോഡ്ലി ക്ലാസിഫൈഡ് ഇൻ ടു 4 അല്ലെങ്കിൽ ടൈപ്സ് ഓഫ് ഓർഗനൈസേഷൻ. ഓക്കെ, വിവിധ തരം വർഗീകരണങ്ങൾ ഏതൊക്കെയാണെന്ന് എക്സാമിന് ചോദിക്കാറുണ്ട്. ഓക്കെ, ദർ ആർ 4 ടൈപ്സ് ഓഫ് ഓർഗനൈസേഷൻ. 4 തരം വർഗീകരണങ്ങളാണ് ഉള്ളത്. ദർ ആർ 4 ടൈപ്സ് ഓഫ് ഓർഗനൈസേഷൻ. 4 തരം വർഗീകരണങ്ങളാണ് ഉള്ളത്. ഫസ്റ്റ് വൺ, ക്രോണോളജിക്കൽ ഓർഗനൈസേഷൻ ഓർ ക്ലാസിഫിക്കേഷൻ. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കണം, ഓർഗനൈസേഷൻ എന്നുള്ള ഭാഗത്ത് ക്ലാസിഫിക്കേഷൻ എന്നും ചില ബുക്കുകളിലും അതുപോലെ ക്വസ്റ്റ്യൻ പേപ്പറുകളിലും വരാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാലും ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാലും രണ്ടും ഒരേ കാര്യമാണ്. അല്ലെങ്കിൽ വർഗീകരണം എന്ന് പറഞ്ഞാലും തരംതിരിക്കൽ എന്ന് പറഞ്ഞാലും രണ്ടും ഒരേ കാര്യമാണ്. അപ്പോൾ ഈ 2 പേരുകളും ഓർത്ത് വെക്കണം. ഓക്കെ, ഓർഗനൈസേഷൻ ഓർ ക്ലാസിഫിക്കേഷൻ, അല്ലെങ്കിൽ വർഗീകരണം ഓർ തരംതിരിക്കൽ. ഓക്കെ, ഒന്നാമത്തെ ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ, ഒന്നാമത്തെ തരം വർഗീകരണമാണ് ക്രോണോളജിക്കൽ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ക്ലാസിഫിക്കേഷൻ. കാലക്രമം അനുസരിച്ചുള്ള വർഗീകരണം അല്ലെങ്കിൽ കാലക്രമം അനുസരിച്ചുള്ള തരംതിരിക്കൽ. ആ പേരിൽ തന്നെ ഉണ്ട്. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ദ ഡാറ്റ ആർ ഓർഗനൈസ്ഡ് ബേസ്ഡ് ഓൺ ടൈം ഈസ് കോൾഡ് ക്രോണോളജിക്കൽ ഓർഗനൈസേഷൻ. സമയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഡാറ്റയെ വർഗീകരിക്കുന്ന രീതിയാണ് കാലക്രമമനുസരിച്ചുള്ള വർഗീകരണം അല്ലെങ്കിൽ കാലക്രമമനുസരിച്ചുള്ള തരംതിരിക്കൽ. ഓക്കെ, അവിടെ ഞാൻ അണ്ടർലൈൻ ചെയ്തിട്ടുള്ള ആ ടേം ടൈം അല്ലേ, സമയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ടൈമിൻ്റെ ബേസിസിൽ ഡാറ്റയെ ഓർഗനൈസ് ചെയ്യുന്ന അല്ലെങ്കിൽ ക്ലാസിഫിക്കേഷൻ നടത്തുന്ന രീതിയാണ് ഇത് ക്രോണോളജിക്കൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ദ ക്രോണോളജിക്കലി ഓർഗനൈസ്ഡ് ഡാറ്റ ഈസ് കോൾഡ് ടൈം സീരീസ്. പോയിന്റ് ഓർത്ത് വെക്കണം. പോയിന്റുകളായിട്ട് വളരെ ലൈറ്റായിട്ടാണ് ഞാനിവിടെ നിങ്ങൾക്ക് പോയിന്റുകൾ തരുന്നത്. ഇത്തരത്തിൽ ക്രോണോളജിക്കലി ഓർഗനൈസ്ഡ് ചെയ്ത ഡാറ്റയെ അല്ലെങ്കിൽ കാലക്രമം അനുസരിച്ച് തരംതിരിച്ച ഡാറ്റയെ വിളിക്കുന്ന പേരാണ് ടൈം സീരീസ്. എന്താണ് ടൈം സീരീസ്? ദ ക്രോണോളജിക്കലി ഓർഗനൈസ്ഡ് ഡാറ്റ ഈസ് കോൾഡ് ടൈം സീരീസ്. ഓക്കെ, ഇനി എന്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇവിടെ ഡാറ്റയെ തരംതിരിക്കുന്നത്? നേരത്തെ പറഞ്ഞു, സമയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഡാറ്റയെ ഓർഗനൈസ് ചെയ്യുകയാണെങ്കിൽ അതാണ് ക്രോണോളജിക്കൽ ഓർഗനൈസേഷൻ. ഇവിടെ സമയം എന്ന് വെച്ചാൽ അവിടെ എന്തൊക്കെ ആവാം? ഇയർ, വർഷം അല്ലേ? വർഷം എന്ന് വെച്ചാൽ ഒരു സമയമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഡാറ്റയെ ക്ലാസിഫിക്കേഷൻ നടത്തുന്നുണ്ടെങ്കിൽ അത് ക്രോണോളജിക്കൽ ഓർഗനൈസേഷനാണ്. ദെൻ മന്ത് ആണ് അല്ലേ? വർഷം എന്ന് പറഞ്ഞാൽ ഒരുപാട് മാസങ്ങൾ കൂടിയതാണ്. മാസം എന്ന് പറഞ്ഞാൽ അത് ഒരു ടൈമാണ് അല്ലേ? 30 days അതൊരു ടൈമാണ്. അതുകൊണ്ട് ഇതും ക്രോണോളജിക്കൽ ക്ലാസിഫിക്കേഷനുള്ള ഒരു എക്സാമ്പിളാണ്. ദെൻ വീക്ക്, മാസം എന്ന് പറഞ്ഞാൽ ആഴ്ചകൾ കൂടിയതാണ് അല്ലേ? ആഴ്ചകൾ കൂടിയതാണ് ഒരു മാസം എന്ന് പറഞ്ഞാൽ. അപ്പോൾ വീക്ക് അതും എന്താണ്? ടൈമാണ്. അതുപോലെ ഡേ, ആഴ്ച എന്ന് പറഞ്ഞാൽ ദിവസങ്ങൾ കൂടിയതാണ് അല്ലേ? ദിവസങ്ങൾ കൂടിയിട്ടാണ് ആഴ്ച ഉണ്ടാവുന്നത് അല്ലെങ്കിൽ വീക്ക് ഉണ്ടാവുന്നത്. അപ്പോൾ ഡേ എന്ന് പറഞ്ഞാൽ എന്താ? 24 hours ഒരു ഡേ സമയമാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിൽ ഡാറ്റയെ ക്ലാസിഫിക്കേഷൻ നടത്തുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഓർഗനൈസേഷൻ നടത്തുന്നുണ്ടെങ്കിൽ അതെല്ലാം എന്ത് തരം ഓർഗനൈസേഷനാണ്? ക്രോണോളജിക്കൽ ഓർഗനൈസേഷനാണ്. എന്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ്? ഇയർ, വർഷം, ദെൻ മന്ത്, മാസം, ദെൻ വീക്ക്, ആഴ്ച, ദെൻ ഡേ, ദിവസം എന്നിവയുടെ അടിസ്ഥാനത്തിലെല്ലാം ഡാറ്റയെ ക്ലാസിഫിക്കേഷൻ നടത്തുന്നുണ്ടെങ്കിൽ അത് ഈ ഒരു കാറ്റഗറിയിൽ വരുന്ന ക്ലാസിഫിക്കേഷനാണ്. ഓക്കെ, സിമ്പിളാണ്. അപ്പോൾ എന്തായിരുന്നു പറഞ്ഞ്? ടൈമിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ സമയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഡാറ്റയെ വർഗീകരിക്കുന്ന രീതിയാണ് ഇത്. രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ ടൈപ്പാണ് ജിയോഗ്രഫിക്കൽ ഓർഗനൈസേഷൻ. എന്താണ് ജിയോഗ്രഫിക്കൽ ഓർഗനൈസേഷൻ? അതിൻ്റെ മറ്റൊരു പേര് പഠിച്ചു വെക്കണം, അത് എക്സാമിന് ചോദിക്കാറുണ്ട്. സ്പേഷ്യൽ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ സ്പേഷ്യൽ ക്ലാസിഫിക്കേഷൻ. ഓക്കെ, ജിയോഗ്രഫിക്കൽ ഓർഗനൈസേഷനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് സ്പേഷ്യൽ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ സ്പേഷ്യൽ ക്ലാസിഫിക്കേഷൻ. ഞാനിവിടെ ഓർഗനൈസേഷൻ എന്ന വാക്കിൻ്റെ ആ ഭാഗത്ത് ക്ലാസിഫിക്കേഷൻ എന്നും കൊടുത്തിട്ടുണ്ട്. 2 രീതിയിലും ചോദിക്കാം, രണ്ടും ഒരേ കാര്യമാണ്, സിനോണിം ആയിട്ടുള്ള ടേമുകളാണ്, രണ്ടിൻ്റെയും മീനിങ് ഒന്ന് തന്നെയാണ്. ഓക്കെ, ജിയോഗ്രഫിക്കൽ ക്ലാസിഫിക്കേഷൻ്റെ മലയാളമാണ്
ഭൂമിശാസ്ത്രപരമായ വർഗീകരണം. എന്താണ് ഭൂമിശാസ്ത്രപരമായ വർഗീകരണം? ഓക്കെ, ദ ഡാറ്റ ആർ ക്ലാസിഫൈഡ് ബേസ്ഡ് ഓൺ സം ജോഗ്രഫിക്കൽ ലൊക്കേഷൻ സച്ച് ആസ് കോണ്ടിനെൻറ്റ്, കൺട്രി, സ്റ്റേറ്റ്, ഡിസ്ട്രിക്റ്റ്, സിറ്റീസ് എക്സെട്ര. അതായത് ഭൂമിശാസ്ത്രപരമായ പ്രദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ ഡേറ്റയെ അല്ലെങ്കിൽ ദത്തങ്ങളെ വർഗീകരിക്കുന്നതാണ് ജോഗ്രഫിക്കൽ ഓർഗനൈസേഷൻ. നിങ്ങൾ നോക്കിക്കേ, ഒറ്റൊരു കാര്യം മാത്രമേ മാറ്റം വന്നിട്ടുള്ളൂ. ക്രോണോളജിക്കൽ ക്ലാസിഫിക്കേഷൻ പഠിച്ച സമയത്ത് അവിടെ സമയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഡാറ്റയെ ക്ലാസിഫിക്കേഷൻ നടത്തിയിരുന്നത്. എന്നാൽ ഇവിടെ എങ്ങനെയാണ് ഡാറ്റയെ ക്ലാസിഫിക്കേഷൻ നടത്തുന്നത്? ബേസ്ഡ് ഓൺ സം ജോഗ്രഫിക്കൽ ലൊക്കേഷൻസ്. ഭൂമിശാസ്ത്രപരമായ പ്രദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ ഡാറ്റയെ വർഗീകരണം നടത്തുകയാണെങ്കിൽ അതിനെയാണ് ജോഗ്രഫിക്കൽ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഭൂമിശാസ്ത്രപരമായ വർഗീകരണം എന്ന് വിളിക്കുന്നത്. മറ്റൊരു പേര് സ്പേഷ്യൽ ക്ലാസിഫിക്കേഷൻ. ഓക്കെ, ഇവിടെ ഭൂമിശാസ്ത്രപരമായ പ്രദേശങ്ങൾ എന്ന് വെച്ചാൽ അതെന്തൊക്കെയാവാം? സച്ച് ആസ് കോണ്ടിനെൻറ്റ് എന്ന് വെച്ചാൽ ഭൂഖണ്ഡങ്ങൾ, അല്ലേ? 7 ഭൂഖണ്ഡങ്ങളുണ്ട്. ഓക്കെ, ഈ ഭൂഖണ്ഡം എന്ന് വെച്ചാൽ എന്താ? അതൊരു ജോഗ്രഫിക്കൽ ലൊക്കേഷൻ ആണ്, ഭൂമിശാസ്ത്രപരമായ ഒരു പ്രദേശമാണ്, അല്ലേ? ദെൻ കോണ്ടിനെൻറ്റ് എന്ന് വെച്ചാൽ അല്ലെങ്കിൽ ഭൂഖണ്ഡങ്ങൾ എന്ന് വെച്ചാൽ അതെന്തൊക്കെ കൂടിയതാണ്? കൺട്രി, അല്ലേ? രാജ്യങ്ങൾ കൂടിയതാണ്. രാജ്യം എന്ന് വെച്ചാൽ ഒരു ജോഗ്രഫിക്കൽ ലൊക്കേഷനാണ്, ഭൂമിശാസ്ത്രപരമായ പ്രദേശമാണ്, ശരിയാണ്. ദെൻ കൺട്രി എന്ന് വെച്ചാൽ ഒരുപാട് സ്റ്റേറ്റുകൾ കൂടിയതാണ്, അല്ലേ? സംസ്ഥാനങ്ങൾ കൂടിയതാണ്. സ്റ്റേറ്റ് എന്ന് വെച്ചാൽ ഒരുപാട് ഡിസ്ട്രിക്റ്റ് കൂടിയതാണ്, ജില്ലകൾ കൂടിയതാണ്, അല്ലേ? അപ്പോൾ ഡിസ്ട്രിക്റ്റ്, ജില്ലകൾ. ഓരോ ജില്ലകൾ എന്ന് വെച്ചാൽ അവിടെ ഒരുപാട് സിറ്റീസ് ഉണ്ടായിരിക്കും, അല്ലേ? ഒരുപാട് സിറ്റികൾ കൂടിയതാണ് ജില്ലകൾ എന്ന് വെച്ചാൽ. അങ്ങനെ ഇത്തരത്തിൽ ഞാനിവിടെ കൊടുത്തിട്ടുള്ള ജോഗ്രഫിക്കൽ ലൊക്കേഷൻസിൻ്റെ അടിസ്ഥാനത്തിൽ ഡാറ്റയെ ഓർഗനൈസ് ചെയ്യുകയാണെങ്കിൽ അതെല്ലാം എന്തിൻ്റെ കീഴിൽ വരുന്നതാണ്? ജോഗ്രഫിക്കൽ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ സ്പേഷ്യൽ ഓർഗനൈസേഷൻ, ഭൂമിശാസ്ത്രപരമായ വർഗീകരണത്തിന് കീഴിൽ വരുന്നതാണ്. എക്സാമ്പിൾസ് ഓർത്തു വയ്ക്കണം: കോണ്ടിനെൻറ്റ് അല്ലെങ്കിൽ ഭൂഖണ്ഡം, കൺട്രി രാജ്യം, സ്റ്റേറ്റ് സംസ്ഥാനം, ഡിസ്ട്രിക്റ്റ് ജില്ലകൾ, സിറ്റീസ്. ഇതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിൽ ഡാറ്റയെ ഓർഗനൈസ് ചെയ്യുകയാണെങ്കിൽ അത് ബിലോങ്സ് ടു ജോഗ്രഫിക്കൽ ഓർഗനൈസേഷനാണ്. ക്ലിയർ? മൂന്നാമത്തെ ഓർഗനൈസേഷൻ, ടൈപ്പ് ഓഫ് ഓർഗനൈസേഷനാണ് ക്വാണ്ടിറ്റേറ്റീവ് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ. പരിമാണാത്മക വർഗീകരണം അല്ലെങ്കിൽ പരിമാണാത്മക തരംതിരിക്കൽ എന്ന് പറയും. ഓക്കെ, ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ എന്താണെന്ന് നമുക്കറിയാം, പഠിച്ചിട്ടുണ്ട് ഫസ്റ്റ് ചാപ്റ്ററിൽ, അല്ലേ? ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ അല്ലെങ്കിൽ പരിമാണാത്മക ദത്തം എന്താണെന്ന് പഠിച്ചിട്ടുണ്ട്. എന്താണ്? ദ ഡാറ്റ ആർ എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് നമ്പേഴ്സ്, അല്ലേ? സംഖ്യാരൂപത്തിൽ അളക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ സംഖ്യാരൂപത്തിൽ പറയാൻ കഴിയുന്ന ഡാറ്റയാണ് ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ എന്ന് വിളിക്കുന്നത്, ആണല്ലോ. അപ്പോൾ എന്തായിരിക്കും ക്വാണ്ടിറ്റേറ്റീവ് ഓർഗനൈസേഷൻ? ദി ഡാറ്റ ആർ ഓർഗനൈസ്ഡ് വിത്ത് റെഫറൻസ് ടു ക്വാണ്ടിറ്റീസ് ആർ കോൾഡ് ക്വാണ്ടിറ്റേറ്റീവ് ഓർഗനൈസേഷൻ. അതായത് അളന്ന് തിട്ടപ്പെടുത്താൻ കഴിയുന്ന സ്വഭാവങ്ങളുടെ അടിസ്ഥാനത്തിൽ ഡാറ്റയെ വർഗീകരിക്കുന്ന രീതിയാണ് ക്വാണ്ടിറ്റേറ്റീവ് ഓർഗനൈസേഷൻ. എന്താണ്? ദി ഡാറ്റ ആർ ഓർഗനൈസ്ഡ് വിത്ത് റെഫറൻസ് ടു ടൈം, വിത്ത് റെഫറൻസ് ടു ക്വാണ്ടിറ്റീസ് ആണ്. ഓക്കെ ആണല്ലോ, ഓർത്ത് വെക്കണം. ഞാനിവിടെ അണ്ടർലൈൻ ചെയ്തിട്ടുള്ള ടേം അതാണ് നോക്കേണ്ടത്. വിത്ത് റെഫറൻസ് ടു എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ക്വാണ്ടിറ്റീസ്. ഓക്കെ, അപ്പോൾ അളന്ന് തിട്ടപ്പെടുത്താൻ കഴിയുന്ന സ്വഭാവ ഗുണങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള അല്ലെങ്കിൽ സ്വഭാവ ഗുണങ്ങളുടെ അടിസ്ഥാനത്തിൽ ഡാറ്റയെ ഓർഗനൈസ് ചെയ്യുന്നതാണ് ക്വാണ്ടിറ്റേറ്റീവ് ഓർഗനൈസേഷൻ എന്ന് വിളിക്കുന്നത്. അവിടെ എന്തൊക്കെ എക്സാമ്പിൾ കൊടുക്കാം? മാർക്ക് നമുക്ക് നമ്പേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് പറയാൻ കഴിയും, ക്വാണ്ടിറ്റിയാണ്. ഹൈറ്റ് ക്വാണ്ടിറ്റിയാണ്. ഏജ് വയസ്സ് എന്ന് വെച്ചാൽ അളക്കാൻ കഴിയും. ഇൻകം വരുമാനം, ഇതെല്ലാം നമുക്ക് അളക്കാൻ കഴിയുന്നതാണ്, അല്ലേ? ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റയ്ക്ക് നിങ്ങൾ എന്തൊക്കെ എക്സാമ്പിൾസ് കൊടുത്തോ അതെല്ലാം എവിടെയും പറയാം, ഇവിടെയും നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾ പറഞ്ഞ് എന്താണ് ക്വാണ്ടിറ്റേറ്റീവ് ഓർഗനൈസേഷൻ എന്ന് വെച്ചാൽ? ദി ഡാറ്റ ആർ ഓർഗനൈസ്ഡ് വിത്ത് റെഫറൻസ് ടു ക്വാണ്ടിറ്റീസ്. അളന്ന് തിട്ടപ്പെടുത്താൻ കഴിയുന്ന സ്വഭാവ ഗുണങ്ങളുടെ അടിസ്ഥാനത്തിൽ ഡാറ്റയെ വർഗീകരിക്കുന്നതാണ് ക്വാണ്ടിറ്റേറ്റീവ് ഓർഗനൈസേഷൻ. എക്സാമ്പിൾസ് പഠിച്ചു. നാലാമത്തെ ടൈപ്പ് ഓഫ് ഓർഗനൈസേഷനാണ് ക്വാളിറ്റേറ്റീവ് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ക്വാളിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ.
എന്താണ്? ഗുണാത്മക വർഗീകരണം അല്ലെങ്കിൽ ഗുണാത്മക തരംതിരിക്കൽ എന്ന് പറയും. ഒറ്റ വ്യത്യാസമേ ഉള്ളൂ. അവിടെ നമ്മൾ ക്വാണ്ടിറ്റീസ് എന്ന് കൊടുത്തു അല്ലേ? ക്വാണ്ടിറ്റേറ്റീവ് ഓർഗനൈസേഷനിൽ ക്വാണ്ടിറ്റീസ് എന്നൊരു ഭാഗം അണ്ടർലൈൻ ചെയ്തു. ഇവിടെ എന്തായിരിക്കും വരുന്നത്? ആ ഒരു ടേം മാത്രം ചേഞ്ച് ചെയ്താൽ മതി. എന്തായിരിക്കും? ദി ഡാറ്റ ആർ ഓർഗനൈസ്ഡ് വിത്ത് റെഫറൻസ് ടു ക്വാളിറ്റീസ് ആർ കോൾഡ് ക്വാളിറ്റേറ്റീവ് ഓർഗനൈസേഷൻ. അളന്ന് തിട്ടപ്പെടുത്താൻ കഴിയാത്ത സ്വഭാവങ്ങളുടെ അടിസ്ഥാനത്തിൽ ഡാറ്റയെ വർഗീകരിക്കുന്ന രീതിയാണ് ഇത്. ഓക്കെ ആണല്ലോ? എങ്ങനെയാണ്? അളന്ന് തിട്ടപ്പെടുത്താൻ സാധിക്കാത്ത സ്വഭാവ ഗുണങ്ങളുടെ അടിസ്ഥാനത്തിൽ ദത്തങ്ങളെ വർഗീകരിക്കുന്ന രീതിയാണ് ക്വാളിറ്റേറ്റീവ് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഗുണാത്മക വർഗീകരണം. ഇവിടെ ഡാറ്റയെ നമുക്ക് അളക്കാൻ കഴിയില്ല, മനസ്സിലായല്ലോ? അളക്കാൻ കഴിയാത്ത ഡാറ്റകളുടെ തരംതിരിക്കൽ അല്ലെങ്കിൽ വർഗീകരണത്തിനെയാണ് ക്വാളിറ്റേറ്റീവ് ഓർഗനൈസേഷൻ എന്ന് വിളിക്കുന്നത്. എക്സാമ്പിൾസ് എന്തൊക്കെയാണ് പറയാം? ക്വാളിറ്റേറ്റീവ് ഡാറ്റയ്ക്ക് നമ്മൾ എന്തൊക്കെ എക്സാമ്പിൾ പഠിച്ചോ അതെല്ലാം ഇവിടെയും പറയാം. ബ്യൂട്ടി അല്ലേ? സൗന്ദര്യം അളക്കാൻ പറ്റുമോ? ഇല്ല, അതൊരു ക്വാളിറ്റിയാണ്. ഇൻ്റലിജൻസ്, ബുദ്ധി, അത് അളക്കാൻ പറ്റുമോ? ഇല്ല, അതൊരു ക്വാളിറ്റിയാണ്. ഹോണസ്റ്റി, ദയ, അത് അളക്കാൻ പറ്റുമോ? ഇല്ല, അതൊരു ക്വാളിറ്റിയാണ്. ആപ്റ്റിറ്റ്യൂഡ്, അഭിരുചി, ഇതെല്ലാം എന്താണ്? അളക്കാൻ കഴിയില്ല, ഒരു ക്വാളിറ്റി, ഒരു ഹ്യൂമൻ ബീയിങ്ങിൻ്റെ ബേസിക് ക്വാളിറ്റീസ് ആണ് ഇതെല്ലാം. ഓക്കെ, ഇത്തരത്തിൽ അളക്കാൻ കഴിയാത്ത ഡാറ്റയുടെ വർഗീകരണത്തിനെയാണ് ക്വാളിറ്റേറ്റീവ് ഓർഗനൈസേഷൻ എന്ന് വിളിക്കുന്നത്. പഠിച്ചു. അപ്പോൾ എക്സാമിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എന്തായാലും ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ് ടൈപ്സ് ഓഫ് ഓർഗനൈസേഷൻ ഓർ ടൈപ്സ് ഓഫ് ക്ലാസിഫിക്കേഷൻ. വിവിധ തരം വർഗീകരണങ്ങൾ അല്ലെങ്കിൽ വിവിധ തരം തരംതിരിക്കൽ 4 എണ്ണം ഉണ്ടെന്ന് പഠിച്ചു. ഓക്കെ, കൃത്യമായിട്ട് മേക്ക് ഷുവർ ചെയ്യണം പഠിച്ചു എന്ന്. അടുത്തതായിട്ട് നമുക്ക് പഠിക്കേണ്ട ടോപ്പിക്കാണ് വേരിയബിൾസ്. ചരങ്ങൾ എന്താണെന്ന് പഠിക്കണം. എന്താണ് വേരിയബിൾസ് അല്ലെങ്കിൽ എന്താണ് ചരങ്ങൾ? വേരിയബിൾസ് ആർ എനിത്തിങ് their values are changing from one unit to another unit. ഒരു യൂണിറ്റിൽ നിന്ന് അടുത്ത യൂണിറ്റിലേക്ക് എത്തുമ്പോൾ വിലയിൽ മാറ്റം സംഭവിക്കാവുന്ന സ്വഭാവ ഗുണത്തെയാണ് ചരങ്ങൾ അല്ലെങ്കിൽ വേരിയബിൾസ് എന്ന് വിളിക്കുന്നത്. എന്താണ്? വേരിയബിൾസ് ആർ എനിത്തിങ് their values are changing from one unit to another unit. ഒരു യൂണിറ്റിൽ നിന്ന് തൊട്ടടുത്ത യൂണിറ്റിലേക്ക് എത്തുമ്പോൾ വിലയിൽ മാറ്റം സംഭവിക്കാവുന്ന സ്വഭാവ ഗുണത്തെയാണ് ചരങ്ങൾ എന്ന് വിളിക്കുന്നത് അല്ലെങ്കിൽ വേരിയബിൾസ് എന്ന് വിളിക്കുന്നത്. There are 2 variables or the variables are broadly classified into 2. ചരങ്ങളെ പ്രധാനമായിട്ടും 2 ആയിട്ട് തരംതിരിക്കുന്നു അല്ലെങ്കിൽ 2 ചരങ്ങളാണ് പ്രധാനമായിട്ടും ഉള്ളത്. ഫസ്റ്റ് വൺ ഡിസ്ക്രീറ്റ് വേരിയബിൾസ്, അസന്തത ചരങ്ങളെന്നും. സെക്കൻഡ് വൺ കണ്ടിന്യൂസ് വേരിയബിൾസ്, സന്തത ചരങ്ങളെന്നും. ഇതൊക്കെയാണ് ഓർത്തു വെക്കണം. ഇനി അങ്ങോട്ട് ത്രൂ ഔട്ടായിട്ട് സ്റ്റാറ്റിസ്റ്റിക്സിൽ നമുക്ക് പഠിക്കാനുള്ള 2 ടേമുകളാണിത്. ഫസ്റ്റ് വൺ ഡിസ്ക്രീറ്റ് വേരിയബിൾസ് അല്ലെങ്കിൽ അസന്തത ചരങ്ങൾ. സെക്കൻഡ് വൺ കണ്ടിന്യൂസ് സീരീസ് അല്ലെങ്കിൽ സന്തത ചരങ്ങൾ എന്ന് വിളിക്കുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എന്താണ് ഡിസ്ക്രീറ്റ് വേരിയബിൾസ് എന്ന് പഠിക്കാം, അല്ലെങ്കിൽ ഡിസ്ക്രീറ്റ് വേരിയബിൾസ് ഓർ അസന്തത ചരങ്ങൾ എന്താണെന്ന് നോക്കിക്കോളൂ. ദ വേരിയബിൾസ് വിച്ച് കാൺട്ട് റിസീവ് ഓൾ ദി നമ്പേഴ്സ് ആസ് ദെയർ വാല്യൂ ആർ കോൾഡ് ഡിസ്ക്രീറ്റ് വേരിയബിൾസ്. ഓക്കെ, എന്ന് വെച്ചാൽ എന്താണ്? നിർദ്ദിഷ്ട മേഖലയിലെ എല്ലാ സംഖ്യകളെയും മൂല്യമായി സ്വീകരിക്കാൻ സാധിക്കാത്ത ചരങ്ങളെയാണ് ഡിസ്ക്രീറ്റ് വേരിയബിൾ അല്ലെങ്കിൽ അസന്തത ചരങ്ങൾ എന്ന് വിളിക്കുന്നത്. എന്താണ്? ദ വേരിയബിൾ വിച്ച് കാനോട്ട് റിസീവ് ഓൾ ദി നമ്പേഴ്സ് ആസ് ദെയർ വാല്യൂ ആർ കോൾഡ് ഡിസ്ക്രീറ്റ് വേരിയബിൾസ്. നിർദ്ദിഷ്ട മേഖലയിലെ എന്ന് വെച്ചാൽ നിർദ്ദേശിച്ചിട്ടുള്ള മേഖലയിലെ എല്ലാ സംഖ്യകളെയും മൂല്യമായി സ്വീകരിക്കാൻ സാധിക്കാത്ത ചരങ്ങളെയാണ് അസന്തത ചരങ്ങൾ എന്ന് വിളിക്കുന്നത്. ഇറ്റ് ക്യാൻ കൺസീവ് ഓൺലി ഓർ ഇറ്റ് ക്യാൻ റിസീവ് ഓൺലി കംപ്ലീറ്റ് നമ്പേഴ്സ് ഓർ ഇൻറ്റിജേഴ്സ്. ഓക്കെ, ഇവിടെ പൂർണ്ണസംഖ്യകളെ മാത്രമേ അല്ലെങ്കിൽ എന്ത് വിളിക്കാം? ഇൻറ്റിജർ എന്ന് വിളിക്കുന്നു. പൂർണ്ണസംഖ്യകളെ മാത്രമേ ചരങ്ങളുടെ മൂല്യമായിട്ട് സ്വീകരിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പം നിങ്ങൾ നോക്കിക്കേ, ഇവിടെ എന്താണ് ഡിസ്ക്രീറ്റ് വേരിയബിൾ എന്ന് പറഞ്ഞാൽ നിർദ്ദിഷ്ട മേഖലയിലെ എല്ലാ സംഖ്യകളെയും എല്ലാ പോസിബിളായ വാല്യൂസിനെയും ഇവിടെ എടുക്കാൻ കഴിയില്ല. ഓക്കെ, ഏതിന് മാത്രമേ എടുക്കാൻ കഴിയുള്ളൂ? കംപ്ലീറ്റ് നമ്പേഴ്സ് ഓർ ഇൻറ്റിജർ,
പൂർണ്ണസംഖ്യകളെ മാത്രമേ ഇവിടെ പരിഗണിക്കാൻ സാധിക്കുകയുള്ളൂ, അതിനെ മാത്രമേ പരിഗണിക്കുകയുള്ളൂ. ഫോർ എക്സാമ്പിൾ നോക്കിക്കോളൂ. എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടെ മനസ്സിലാകും. ഫാമിലി സൈസ്, കുടുംബാംഗങ്ങളുടെ എണ്ണം. ഫോർ എക്സാമ്പിൾ എൻ്റെ കുടുംബത്തിൽ 5 അംഗങ്ങളുണ്ടെന്ന് കരുതുന്നു. 5 എന്ന് വെച്ചാൽ ഒരു കംപ്ലീറ്റ് നമ്പർ അല്ലെങ്കിൽ ഒരു പൂർണ്ണസംഖ്യയാണ്, ഇൻറ്റിജർ ആണ്. ഇവിടെ 5.5 അംഗങ്ങൾ എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ഓക്കെ, പോയിന്റ് സംഖ്യകളെ നമ്മൾ വിളിക്കുന്ന പേരെന്താ? യെസ്, എന്ത് വിളിക്കുന്നു? ഇറാഷണൽ വാല്യൂസ് എന്ന് വിളിക്കുന്നു, അല്ലേ? അതുപോലെ ഭിന്നസംഖ്യകൾ, എൻ്റെ കുടുംബത്തിൽ 5/2 അംഗങ്ങളുണ്ട് എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ഫ്രാക്ഷണൽ വാല്യൂസിനെ കൊടുക്കാൻ പറ്റുമോ? ഇല്ല. എൻ്റെ കുടുംബത്തിൽ 2 അംഗങ്ങളുണ്ട്, അല്ലെങ്കിൽ 3 അംഗങ്ങളുണ്ട്, 10 അംഗങ്ങളുണ്ട്, ഇങ്ങനെ പറയാൻ പറ്റുള്ളൂ, അല്ലേ? ഇതെല്ലാം ഒരു കംപ്ലീറ്റ് നമ്പറാണ്, അല്ലെങ്കിൽ ഒരു ഇൻറ്റിജർ ആയിരിക്കും. ക്രിക്കറ്റ് സ്കോർ, ഞാൻ എത്ര റൺ എടുത്തു? ക്രിക്കറ്റിലെ സ്കോർ ഇപ്പോൾ 10 റണ്ണാണ്, അല്ലെങ്കിൽ 20 റണ്ണാണ്, 100 റണ്ണാണ്, എങ്ങനെ പറയുള്ളൂ? അല്ലാതെ 100.1 റണ്ണാണ്, അല്ലെങ്കിൽ 100/1 റണ്ണാണ്, അങ്ങനെയൊക്കെ പറയുമോ? ഇല്ല. മനസ്സിലായല്ലോ? അപ്പോൾ കംപ്ലീറ്റ് നമ്പേഴ്സ് അല്ലെങ്കിൽ ഇൻറ്റിജേഴ്സ് പൂർണ്ണസംഖ്യകളായിരിക്കും എപ്പോഴും ഡിസ്ക്രീറ്റ് വേരിയബിളിൽ ഉണ്ടായിരിക്കുക, അല്ലെങ്കിൽ അസന്തത ചരങ്ങളിൽ ഉണ്ടായിരിക്കുക. അവിടെ എല്ലാ സംഖ്യകളെയും നമുക്ക് വാല്യൂ ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. ആരെ മാത്രമേ പറ്റുള്ളൂ? കംപ്ലീറ്റ് നമ്പർ അല്ലെങ്കിൽ ഇൻറ്റിജേഴ്സിനെ മാത്രമേ പറ്റുള്ളൂ. എക്സാമ്പിൾസ് ഓക്കെയാണല്ലോ. ഫാമിലി സൈസ്, കുടുംബങ്ങളുടെ എണ്ണം, ക്രിക്കറ്റ് സ്കോർ, ഇതെല്ലാം കൃത്യമായ ഒരു കംപ്ലീറ്റ് നമ്പർ കൊണ്ടേ പറയാൻ സാധിക്കുകയുള്ളൂ. മനസ്സിലായല്ലോ? രണ്ടാമത്തെ വേരിയബിളാണ് കണ്ടിന്യൂസ് വേരിയബിൾ അല്ലെങ്കിൽ സന്തത ചരങ്ങൾ. ഡിസ്ക്രീറ്റ് വേരിയബിളിൻ്റെ ഓപ്പോസിറ്റാണ് കണ്ടിന്യൂസ് വേരിയബിൾ. ഡിസ്ക്രീറ്റ് വേരിയബിൾ എന്തായിരുന്നു പറഞ്ഞിരുന്നത്? അവിടെ കംപ്ലീറ്റ് നമ്പേഴ്സ് അല്ലെങ്കിൽ ഇൻറ്റിജേഴ്സ്, പൂർണ്ണസംഖ്യകളെ മാത്രമേ ഒരു ചരത്തിൻ്റെ മൂല്യമായിട്ട് സ്വീകരിക്കാൻ സാധിക്കുകയുള്ളായിരുന്നുള്ളൂ. എന്നാൽ ഇവിടെയോ? ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഏത് നമ്പേഴ്സിനെയും വേരിയബിളിൻ്റെ വാല്യൂ ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റും. That is, the variables which can receive all the numbers as their value. It may be take integral value, fractional value, irrational value. ഓക്കെ ആണല്ലോ? ഇവിടെ എന്തൊക്കെയാവാം? ഇൻറ്റിജർ ആവാം, പൂർണ്ണസംഖ്യ എടുക്കാം. ഫ്രാക്ഷണൽ വാല്യൂ, ഭിന്നസംഖ്യകൾ എടുക്കാം. ഇറാഷണൽ വാല്യൂ, അഭിന്നക സംഖ്യകളെ എടുക്കാം. പോയിന്റ് സംഖ്യകളെ, അല്ലേ, ഡെസിമൽ സംഖ്യകളെ എടുക്കാം. ഇതെല്ലാം നമുക്ക് എവിടെ പറയാം? കണ്ടിന്യൂസ് വേരിയബിളിൽ പറയാൻ പറ്റും. ഒറ്റ വ്യത്യാസമേ ഉള്ളല്ലേ ഈ തമ്മിലുള്ള ഡെഫിനിഷൻസ്. ഡിസ്ക്രീറ്റ് വേരിയബിൾ നമ്മൾ കൊടുത്തു, ക്യാനോട്ട് എന്ന് കൊടുത്തു, അല്ലേ, ക്യാനോട്ട്. എന്നാൽ ഇവിടെ എന്തായി? ആ ക്യാനോട്ടിൻ്റെ പകരം എന്തായി മാറി? ക്യാൻ, ദ വേരിയബിൾ വിച്ച് ക്യാൻ റിസീവ് എന്നായി മാറി. എന്നാൽ ഡിസ്ക്രീറ്റ് വേരിയബിളിലോ ക്യാനോട്ട് റിസീവ് എന്നായിരുന്നു. വ്യത്യാസം ഓക്കെയാണല്ലോ? അത്രയും നിങ്ങൾ ഒബ്സർവേഷൻ കൊടുത്തിട്ട് വേണം പഠിക്കാൻ. ചെറിയ ചെറിയ മാറ്റങ്ങൾ മാത്രമേ ഉള്ളൂ ഡെഫിനേഷൻസ് തമ്മിൽ. അപ്പോൾ ഇവിടെ ചരങ്ങൾക്ക് ഏത് സംഖ്യകളെയും നമുക്ക് എടുക്കാം, ഏത് സംഖ്യകളെയും മൂല്യമായിട്ട് അല്ലെങ്കിൽ വാല്യൂ ആയിട്ട് എടുക്കാൻ പറ്റും. അത് ഭിന്നസംഖ്യകളാവാം, അല്ലെങ്കിൽ ഫ്രാക്ഷണൽ വാല്യൂ ആവാം, അല്ലെങ്കിൽ ഇറാഷണൽ സംഖ്യസ് ആവാം, അല്ലെങ്കിൽ അഭിന്നകങ്ങളാവാം, പിന്നെയോ ഇൻറ്റിജേഴ്സ് പൂർണ്ണസംഖ്യകളാവാം, ഏതും ആവാം. എക്സാമ്പിൾ നോക്കിക്കോളൂ. ഹൈറ്റ് നോക്കിക്കേ. ഇപ്പം ഞാൻ പറയുന്നു എനിക്ക് 170 സെൻറ്റിമീറ്റർ ആണ് ഹൈറ്റ് എന്ന് പറയുന്നു. അതെനിക്ക് പോയിൻ്റായിട്ട് പറയാം. എൻ്റെ ഹൈറ്റ് 5.6 അടിയാണ്, പോയിൻ്റ് വെച്ച് പറയാം, അല്ലേ, പോയിൻ്റായിട്ട് പറയാം. എന്നാൽ ഡിസ്ക്രീറ്റ് വേരിയബിളിൽ അത് പറ്റിയിരുന്നോ? ഇല്ല. അവിടെ കംപ്ലീറ്റ് നമ്പേഴ്സിനെ മാത്രമേ പറ്റുള്ളൂ. എന്നാൽ ഇവിടെ പോയിൻ്റ് സംഖ്യകളെ ഉൾപ്പെടുത്താം. വെയ്റ്റ് പറയാലോ. എനിക്ക് 50 കിലോഗ്രാം ആണ് എൻ്റെ ഭാരം, 50.5 ആണ് എൻ്റെ വെയ്റ്റ്, പോയിൻ്റ് വെച്ച് പറയാം. അതുപോലെ ഫ്രാക്ഷണൽ, ഭിന്നസംഖ്യയായിട്ട് പറയാം. എൻ്റെ മാർക്ക്, എനിക്ക് 100ൽ 80 മാർക്കുണ്ടെന്ന് പറഞ്ഞു, അത് പൂർണ്ണസംഖ്യയാണ്. എനിക്ക് 100ൽ 80.5 മാർക്കുണ്ട്, 80.5 മാർക്കുണ്ട്, അങ്ങനെയും പറയാലോ. പറയാം. പോയിൻ്റ് സംഖ്യകളെയും നമുക്ക് ഇവിടെ ഉൾപ്പെടുത്താവുന്നതാണ്. വയസ്സ് പറയാം. എനിക്ക് 15 വയസ്സാണ്, അല്ലെങ്കിൽ എനിക്ക് 15 വയസ്സ് കഴിഞ്ഞ് 6 മാസം കഴിഞ്ഞു, 15.6 ആണ്, അല്ലേ. ഇതെല്ലാം നമുക്ക് എന്താണ്? കണ്ടിന്യൂസ് വേരിയബിൾ ആണ്. അപ്പോൾ ഓർത്ത് വെക്കണം, ഡിസ്ക്രീറ്റ് വേരിയബിളിൽ പൂർണ്ണസംഖ്യകൾ അല്ലെങ്കിൽ കംപ്ലീറ്റ് നമ്പേഴ്സിനെ മാത്രമേ പരിഗണിക്കാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ കണ്ടിന്യൂസ് വേരിയബിളിലോ അവിടെ ഏത് തരം സംഖ്യകളെയും നമുക്ക് എടുക്കാൻ പറ്റും. ഭിന്നസംഖ്യകളാവട്ടെ, അഭിന്നകങ്ങളാവട്ടെ, പൂർണ്ണസംഖ്യകളാവട്ടെ, ഫ്രാക്ഷണൽ വാല്യൂസ് ആവട്ടെ, ഇറാഷണൽ വാല്യൂസ് ആവട്ടെ, അതുപോലെ ഇൻറ്റിജേഴ്സ് ഓർ കംപ്ലീറ്റ് നമ്പേഴ്സ് ആവട്ടെ, ഏത് നമ്പേഴ്സിനെയും ഇത്തരത്തിൽ കണ്ടിന്യൂസ് വേരിയബിളിൻ്റെ വാല്യൂ ആയിട്ട് നമുക്ക് എടുക്കാൻ വേണ്ടി സാധിക്കും. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇന്ന് എന്തൊക്കെ ഡിസ്കസ് ചെയ്തു?
എന്താണ് ഓർഗനൈസേഷൻ എന്ന് ഡിസ്കസ് ചെയ്തു. എന്താണ് ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ അഡ്വാൻറ്റേജ്, വർഗീകരണത്തിൻ്റെ ലക്ഷ്യങ്ങൾ അല്ലെങ്കിൽ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് പോയിന്റ് ഔട്ട് ചെയ്തു. ദെൻ വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ആയിട്ടുള്ള ടൈപ്സ് ഓഫ് ഓർഗനൈസേഷൻ ഓർ ടൈപ്സ് ഓഫ് ക്ലാസിഫിക്കേഷൻ, 4 തരം വർഗീകരണങ്ങൾ അല്ലെങ്കിൽ വർഗീകരണത്തിൻ്റെ വിവിധ തരങ്ങൾ എന്തൊക്കെയാണെന്ന് പഠിച്ചു. ദെൻ വേരിയബിൾസ്, ചരങ്ങളെക്കുറിച്ച് പഠിച്ചു. അവിടെ 2 ടൈപ്പ് ഓഫ് വേരിയബിൾസ്, 2 തരം ചരങ്ങളെക്കുറിച്ച് പഠിച്ചു. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തത്. ഇന്നത്തെ ഭാഗം എല്ലാവർക്കും കൃത്യമായിട്ട് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഇനി ഈ ചാപ്റ്ററിൻ്റെ തുടർഭാഗം അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക് യു സോ മച്ച്.